കോഴി വിലയിലെ അനിയന്ത്രിതമായ കുതിച്ചുചാട്ടം ഹോട്ടൽ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നതായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വിപണിയിലെ കൃത്രിമമായ കോഴി വില വർധനവ് മൂലം കോഴി വിഭവങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകാൻ കഴിയാത്ത അവസ്ഥയാണ്. കോഴിയിറച്ചിക്ക് പുറമെ പാചകവാതകം, അരി, പരിപ്പുവർഗ്ഗങ്ങൾ, പാചക എണ്ണ, വെളിച്ചെണ്ണ, പച്ചക്കറി, മത്സ്യം തുടങ്ങിയ പല നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുതിച്ചുയരുന്നത് ഈ മേഖലയുടെ നട്ടെല്ലൊടിക്കുകയാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് പുറമെ വർദ്ധിപ്പിച്ച കറന്റ് ചാർജ്, ലൈസൻസ് ഫീസുകൾ, വിവിധ നികുതികൾ എന്നിവ കൂടി ചേരുന്നതോടെ ഹോട്ടൽ, ബേക്കറി, കാറ്ററിംഗ് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. പഴയ നിരക്കിൽ വിഭവങ്ങൾ നൽകുന്നത് വലിയ സാമ്പത്തിക നഷ്ടത്തിനും കടക്കെണിക്കും കാരണമാകും. സാഹചര്യം കണക്കിലെടുത്ത് സർക്കാർ അടിയന്തരമായി വിപണിയിൽ ഇടപെടണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. നമുക്കറിയാം, കോഴിയുടെ വില വർധനവ്, കൃത്രിമമായിട്ടുള്ള ഒരു വില വർധനവാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. നമ്മളെല്ലാവരും ചിക്കനൊക്കെ വാങ്ങുന്ന ആളുകളാണ്. അതിന്റെ വില എന്തുകൊണ്ടാണ് ഇത്ര വർദ്ധിപ്പിച്ചത് എന്ന് എന്റെ മാധ്യമ സുഹൃത്തുക്കൾ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുള്ളതെന്നുള്ള അറിയില്ല. ഹോട്ടൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം, കാറ്ററിംഗ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഹോട്ടലുകളിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അത്രത്തോളം വില വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ചിക്കന് മീറ്റ് നമ്മൾ വാങ്ങുമ്പോൾ 240 മുതൽ 250 രൂപ വരെയാണ് ഒരു കിലോ ചിക്കന് റേറ്റ് വരുന്നത്. അപ്പൊ ഇത് ഞങ്ങൾക്ക് പറയാനുള്ളത്, അതുപോലെ തന്നെ നമുക്ക് ഓരോ സാധനങ്ങളും, ഗ്യാസ്, പാചകവാതകത്തിന്റെ അരി വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓയിലുകൾ, നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓയിലുകൾ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളടക്കമുള്ള, അതുപോലെ തന്നെയാണ് നമുക്ക് നികുതികളും ലൈസൻസ് ഫീസുകളും അന്യായമായി കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ മേഖലയിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ ഈ ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് ഈ മേഖല കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പൊ ഇതില് ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട്, മാർക്കറ്റില് കമ്പോളത്തിൽ ഇടപെട്ടുകൊണ്ട് അതിനൊരു ശാശ്വത പരിഹാരം ഗവൺമെന്റ് നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. CH സമദ്, KT രഘു, A മൊയ്തീൻകുട്ടി ഹാജി, PP അബ്ദുറഹ്മാൻ, ബഷീർ റോളക്സ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ വാട്ടർഫോൾസുമായി DJ അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടക്കൽ എക്സ്പോ ഡിസംബർ 28 മുതൽ കോട്ടക്കൽ പറമ്പിലങ്ങാടിയിൽ. ദുബായ്, ചൈന എന്നിവിടങ്ങളിൽ തരംഗമായ മനുഷ്യനിർമ്മിതമായ സർറിയൽ വെള്ളച്ചാട്ടം, നയാഗ്ര വെള്ളച്ചാട്ടം എന്നിവയാണ് കാണികൾക്ക് ദൃശ്യവിരുന്നായി ഒരുക്കിയിരിക്കുന്നത്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായ അമ്യൂസ്മെന്റ് പാർക്ക്, വിവിധതരം റൈഡുകൾ, ഫുഡ് കോർട്ടുകൾ, വിവിധതരം എന്റർടൈൻമെന്റുകൾ, ഗെയിമുകൾ, ഫാമിലി ഗെയിമുകൾ. 50 ദിവസം നീണ്ടു നിൽക്കുന്ന കോട്ടക്കൽ എക്സ്പോയിൽ വൈകുന്നേരം 3 മുതൽ രാത്രി 9 വരെ പ്രവേശനം. ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒരുമിച്ച് ആഘോഷിക്കാം. DG അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടക്കൽ എക്സ്പോയ്ക്കൊപ്പം. രാജാസ് ഹൈസ്കൂളിന് സമീപം, പറമ്പിലങ്ങാടി, കോട്ടക്കൽ.